നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്കും പുതിയ മുഖം നൽകാനും മയക്കുമരുന്ന് വിപണനം കാര്യക്ഷമമായി തടയാൻ ലക്ഷ്യമിട്ടും നടപടി സ്വീകരിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് കശുമാവിൻ തോട് ഉന്നതിയിലും രണ്ടുകൈ ഉന്നതിയിലും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശനം നടത്തി. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 91 പൈസ വരെ വർദ്ധിപ്പിച്ചു. അങ്കമാലിയിൽ തെരുവുനായയുടെ ആക്രമണം. 13 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപയാണ് കുറഞ്ഞത്. വാർത്തകൾ വിശദമായി. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്കും പുതിയ മുഖം നൽകാനും മയക്കുമരുന്ന് വിപണനം കാര്യക്ഷമമായി തടയാൻ ലക്ഷ്യമിട്ടും നടപടി സ്വീകരിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളിലും മാറ്റം കൊണ്ടുവരും. സ്റ്റേഷനുകളിൽ ആര് കടന്നു വന്നാലും ആദ്യം ഗുഡ് മോർണിംഗ് പറയും, നമസ്കാരം പറയും. അവരെ സ്വീകരിച്ചിരുത്തി അവരുടെ പരാതികൾ കേൾക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു രമേശ് ചെന്നിത്തല. പോലീസ് സ്റ്റേഷനുകൾ വൃത്തിയായി സൂക്ഷിക്കും. സ്റ്റേഷനുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യും. ഇതിന് പോലീസ് ആക്ട് അനുസരിച്ച് നടപടി സ്വീകരിക്കും. പോലീസ് സ്റ്റേഷനുകൾക്ക് പുതിയ മുഖം നൽകും. ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാകും. സ്റ്റേഷനുകളിൽ വരുന്നവരെ കുറ്റവാളിയായി കാണാതെ അവർ പറയുന്നത് സമചിത്തതയോടെ കേൾക്കാനും അത് പരിഹരിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തമുണ്ട്. പോലീസ് സ്റ്റേഷൻ ജനസേവാ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടാണ് നടപടിയെന്നും മന്ത്രി പറഞ്ഞു. നിയമത്തെ വെല്ലുവിളിക്കുന്ന ആളുകളെ വെറുതെ വിടില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ അതിശക്തമായി നടപടി സ്വീകരിക്കും. ജനമൈത്രി പോലീസ് ശക്തിപ്പെടുത്തും. സ്റ്റുഡൻസ് പോലീസിന് കൂടുതൽ പ്രാധാന്യം നൽകും. ട്രാഫിക് അപകടങ്ങൾ കുറയ്ക്കാൻ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരും. പോലീസ് ട്രെയിനിംഗ് സിലബസ് പരിഷ്കരിക്കും. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിശീലനം നൽകും. സൈബർ കുറ്റകൃത്യം ഗൗരവത്തോടെ കാണുന്നു. സാങ്കേതികമായ പരിമിതികളുണ്ട്. സൈബർ ക്രൈം നേരിടുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ കൊണ്ടുവരും. ഓപ്പറേഷൻ കുബേരയിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് കശുമാവിൻ തോട് ഉന്നതിയിലും രണ്ടുകൈ ഉന്നതിയിലും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശനം നടത്തി. ചാലക്കുടി താലൂക്കിലെ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ് വീരാങ്കുടി ഉന്നതികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച സ്ഥലമാണ് മാരാങ്കോട് കശുമാവിൻ തോട് ഉന്നതി. 46 കുടുംബങ്ങൾ താമസിക്കുന്ന കശുമാവിൻ തോട്ടിലെ പുനരധിവാസ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലുള്ളവരുമായി സംസാരിച്ചു. ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഈ ഗ്രാന്റ്സ് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൗകര്യം ഒരുക്കുന്നതിനും പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രണ്ടുകൈ ഉന്നതിയിലേക്കുള്ള ഗതാഗത സൗകര്യവും വൈദ്യുതിയും വീടില്ലാത്തവർക്ക് വീട് ഒരുക്കുന്നതിനും ഉന്നതിയിലെ കാനയുടെ സൈഡ് കെട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ രണ്ടുകൈ ഉന്നതിയിലുള്ള കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയാരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചു. കോടശ്ശേരി പഞ്ചായത്തിലെ ജനപ്രതിനിധികളും പട്ടികവർഗ വികസന വകുപ്പ്, വനം വകുപ്പ്, റവന്യൂ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറോടൊപ്പം ഉന്നതി സന്ദർശനത്തിനുണ്ടായിരുന്നു. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 91 പൈസ വരെ വർദ്ധിപ്പിച്ചു. 10 ദിവസത്തിനിടെ ഉണ്ടാകുന്ന മൂന്നാമത്തെ വില വർധനവാണിത്.
ഡൽഹിയിൽ പെട്രോൾ വില 87 പൈസ വർദ്ധിച്ച് 98 രൂപ 64 പൈസയിൽ നിന്ന് 99 രൂപ 51 പൈസയായി. ഡീസൽ വില 91 പൈസ വർദ്ധിച്ച് 91 രൂപ 58 പൈസയിൽ നിന്നും 92 രൂപ 49 പൈസയായി ഉയർന്നു. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന്റെ വില 112 രൂപ 60 പൈസയായി. ഡീസൽ വില 101 രൂപ കടന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് എണ്ണ വില കുതിച്ചുയർന്നതാണ് വില വർദ്ധിപ്പിക്കാൻ കാരണം. മെയ് 15 മുതലാണ് വില വർധനയുടെ ഭാരം പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഘട്ടം ഘട്ടമായി ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ തുടങ്ങിയത്. മെയ് 15 ലിറ്ററിന് 3 രൂപയും തുടർന്ന് മെയ് 19 90 പൈസയും വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെ ആകെ മൊത്തം ലിറ്ററിന് ഏകദേശം 5 രൂപയോളമാണ് വർദ്ധിച്ചത്. ആറ്റപ്പാടം ഗ്രാമിക കൾച്ചറൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന ആറ്റപ്പാടം ഗ്രാമോത്സവത്തിന്റെ കൊടിയേറ്റം ക്ലബ് പ്രസിഡന്റ് ലാലുമോൻ ചാലക്കുടി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KV വിനോദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അജയ് മോഹൻ, സ്ഥാപക പ്രസിഡന്റ് KR സജീവ്, മുൻ പ്രസിഡന്റ് CA ഷാജു, ട്രഷറർ KR രമേശൻ, VK മധുസൂദനൻ, MS വൈശാഖ്, KM മോഹനൻ, KK അയ്യപ്പൻ, KT സനിൽ, വനിതാ വിഭാഗം പ്രസിഡന്റ് ശ്രുതി അഭയ്, വനിതാ വിഭാഗം വൈസ് പ്രസിഡന്റുമാരായ സീത വിനേഷ്, വിജിത ലാലുമോൻ, ബാലവിഭാഗം ട്രഷറർ KV ഗൗരിശങ്കർ, സ്വാഗത സംഘം ജനറൽ കൺവീനർ MC അഖിൽ, ചീഫ് കോർഡിനേറ്റർമാരായ ഡോക്ടർ DA ഗോവിന്ദ്, KA അഭിജിത്ത് എന്നിവർ പ്രസംഗിച്ചു. വൈകിട്ട് നടന്ന ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം സ്ഥാപക സെക്രട്ടറി സജീവ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. പോട്ട മർച്ചന്റ് അസോസിയേഷൻ 36ാമത് വാർഷികവും കുടുംബ സംഗമവും നടത്തി. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷാജു മേലേപ്പുറം അധ്യക്ഷനായി. നിയോജക മണ്ഡലം ഭാരവാഹികളും യൂത്ത് വിംഗ്, വനിതാ വിംഗ് ഭാരവാഹികളും യോഗത്തിൽ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി ഷാജു മേലേപ്പുറം പ്രസിഡന്റ്, ജെറാൾഡ് കൊക്കാടൻ സെക്രട്ടറി, സ്റ്റെഫിൻ മാനാടൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. പെട്രോൾ ഡീസൽ വിലയ്ക്ക് പുറമെ CNG വിലയും വർദ്ധിപ്പിച്ചു. കിലോഗ്രാമിന് 1 രൂപയാണ് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ ഉണ്ടാകുന്ന 3ാമത്തെ വില വർധനവാണിത്. വില വർദ്ധിച്ചതോടെ ഡൽഹിയിൽ CNG വില കിലോഗ്രാമിന് 81 രൂപ 9 പൈസയാകും. നോയിഡയിലും ഗാസിയാബാദിലും ഇതിന്റെ വില കിലോഗ്രാമിന് 89 രൂപ 70 പൈസയായിരിക്കും. മെയ് 15 CNG വില 2 രൂപയും പിന്നീട് മെയ് 18 വീണ്ടും 1 രൂപയും സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വില വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് പൊതുമേഖല എണ്ണ കമ്പനികളുടെ ഊർജ്ജ ചെലവ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ ഭാരം ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ തുടങ്ങിയത് മെയ് 15 മുതലാണ്. ഇതിനുശേഷമുള്ള 3ാമത്തെ വില വർധനവാണ് ഇന്ന് ഉണ്ടായത്. അങ്കമാലിയിൽ തെരുവുനായയുടെ ആക്രമണം. 13 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. രാവിലെ 9:30ഓടെയായിരുന്നു സംഭവം. അങ്കമാലി ആലുവ റോഡിലുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്നവരെയും ബസ് ഇറങ്ങി ജോലി സ്ഥലങ്ങളിലേക്ക് പോയവരെയും റോഡിലൂടെ നടന്നുപോയവരെയുമാണ് തെരുവ് നായ കടിച്ചത്. കടിയേറ്റ 11 പേർ അങ്കമാലി താലൂക്ക് ആശുപത്രിയിലും 2 പേർ അങ്കമാലി ആശുപത്രിയിലും ചികിത്സ തേടി. പട്ടി ഒന്ന് പെട്ടെന്ന് കടിക്കായിരുന്നു. ഞാൻ കണ്ടില്ല പട്ടി വന്നത്. കടിച്ചിട്ട് കൈമ തുളഞ്ഞു കയറിയിട്ട് പട്ടി കൊണ്ട് പല്ലിങ്ങോട്ട് പുറത്തേക്ക് വന്ന പട്ടി തുളഞ്ഞത് തൂങ്ങി കിടക്കായിരുന്നു. തുടങ്ങിയിട്ടൊന്നും കൊണ്ടായില്ല. പിന്നെ ബാഗ് വെച്ച് അടിക്കാനായിട്ട് ബാഗ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് പട്ടി വിട്ടുപോയത്. പിന്നെ പട്ടി ചാടി കുറച്ചുകൊണ്ട് വീണ്ടും തന്നെ കടിക്കാൻ വന്നപ്പോഴേക്കും ബാഗ് വെച്ച് തടഞ്ഞിറങ്ങിയപ്പോൾ പട്ടി വീണ്ടും ഓടി. 11 പേരെ ഇങ്ങനെ കടിച്ചു എന്ന് പറഞ്ഞു. അവിടെ വന്നപ്പോഴും ഇവിടെ ഒരുപാട് ആൾക്കാർ കടിച്ചു പോകുന്നുണ്ട്. പട്ടി വീണ്ടും അങ്ങോട്ട് ഓടിപ്പോയി. ഗുരുതരമായി കടിയേറ്റ 2 പേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കടിയേറ്റവരിൽ ഹരിതകർമ്മസേന അംഗങ്ങളും ഉൾപ്പെടുന്നു. ഉണ്ടെങ്കിലും നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായില്ലേ. ഇപ്പം രാവിലെ വീട്ടിൽ നിന്ന് കൊച്ചിന് ജോലിക്ക് വിട്ടതാ. പിന്നെ ഞങ്ങൾ വീട്ടിൽ ഈ മാതാപിതാക്കൾ എന്ത് പറഞ്ഞ് വിശ്വസിച്ചിരിക്കണേ. എങ്ങനത്തെ പട്ടിയാ എന്ത് പട്ടിയാന്നൊന്നും അറിയില്ലല്ലോ. വന്നിട്ട് പിന്നെ എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ നമ്മൾ അതിനെപ്പറ്റി ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം വേണ്ട രീതിയിൽ അതിനെ ആക്ഷൻ എടുക്കണം.
കളമശ്ശേരിക്ക് പോകണം. കറുത്ത നിറത്തിലുള്ള തെരുവ് നായയാണ് എല്ലാവരെയും കടിച്ചത്. തെരുവ് നായയെ പിടികൂടാനുള്ള ശ്രമം തുടരുന്നു. കടിയേറ്റവർക്ക് അടിയന്തര ചികിത്സാ സഹായം നൽകുമെന്നും തെരുവ് നായ്ക്കളെ പിടികൂടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും നഗരസഭ അധികൃതർ അറിയിച്ചു. ഇന്നിപ്പോൾ രാവിലെ മുനിസിപ്പാലിറ്റിയിൽ വന്നപ്പോഴാണ് പല സ്ഥലത്തുനിന്നും പട്ടീനെ കടിച്ചു എന്നുള്ളൊരു ഉറപ്പായിട്ട് പലരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വേഗം പട്ടീനെ ആരെങ്കിലും ഒന്ന് പിടിക്കാനായിട്ട് പ്രതികരിച്ച് ജീവനക്കാരനെ വല മേടിക്കാൻ പറഞ്ഞയച്ച് ഈ പട്ടീനെ ഒന്ന് പിടിക്കാനുള്ള സംവിധാനം നോക്കുന്നുണ്ട്. പിന്നെ പട്ടിപിടുത്തക്കാരെ നമ്മൾ പാലക്കാടിന് അവിടെ നിന്നാണ് നമ്മൾ പണ്ട് നഗരസഭയിൽ അങ്ങനെ പട്ടി പിടിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം അവരെ തന്നെ നമ്മൾ എന്തായാലും തിങ്കൾ ചൊവ്വാഴ്ചയോടുകൂടി ഈ ദിവസങ്ങളിൽ കടിച്ചുകൊണ്ടിരിക്കുന്ന പട്ടീനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കാനായിട്ടുള്ള സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പാടാക്കിയേക്കണേ. വളരെ നിർഭാഗ്യകരമായ സംഭവമായി അതിനെ നഗരസഭ കാണുന്നു. തീർച്ചയായും ഇത്തരത്തിലുള്ള തെരുവ് നായ ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായ നടപടികൾ നഗരസഭ സ്വീകരിക്കുമെന്ന് അങ്കമാലി പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. അതോടൊപ്പം തന്നെ തെരുവ് നായ ആക്രമണത്തിൽ നിന്ന് പരിക്കേറ്റിട്ടുള്ള ഈ 13 പേരോളം ഉള്ള ആളുകൾക്ക് നഗരസഭയുടെ ഭാഗത്തു നിന്ന് ആവുന്നത്ര സാമ്പത്തിക സഹായം നൽകുന്നതിന് നടപടി നഗരസഭ സ്വീകരിക്കുന്നതായിരിക്കും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അടിയന്തരമായി അങ്കമാലി നഗരസഭാ പ്രദേശത്തെ പട്ടികളെ പിടിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ബഹുമാനപ്പെട്ട അങ്കമാലി നഗരസഭാ സെക്രട്ടറിക്ക് നഗരസഭാ ചെയർപേഴ്സന്റെ അനുമതിയോടുകൂടി നഗരസഭ ഉത്തരവ് നൽകിയിട്ടുള്ളതാണ്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഞായറാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും തിങ്കളാഴ്ച ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലും ചൊവ്വാഴ്ച ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്ററിൽ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. തെക്ക് കിഴക്കൻ അറബിക്കടലിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു. മധ്യകിഴക്കൻ അറബിക്കടലിനും സമീപ പ്രദേശങ്ങളിലേക്കും മുകളിലായും മറ്റൊരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് 3.1 കിലോമീറ്റർ ഉയരത്തിൽ മൂന്നാമതൊരു ചക്രവാത ചുഴി കൂടി നിലനിൽക്കുന്നുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിലുള്ള ചക്രവാത ചുഴിയിൽ നിന്ന് കേരളം, തെക്കൻ തമിഴ്നാട് എന്നിവയ്ക്ക് മുകളിലൂടെ കന്യാകുമാരി വരെ നീളുന്ന ന്യൂനമർദ്ദപാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ എല്ലാം സ്വാധീന ഫലമായാണ് കേരളത്തിൽ മഴ ലഭിക്കുന്നതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴക്കാല ശുചീകരണ പ്രവർത്തികളുടെ ഭാഗമായി NGO യൂണിയൻ ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഗവൺമെന്റ് സ്കൂൾ പരിസരം ശുചീകരിച്ചു. വാർഡ് കൗൺസിലർ VJ ജോജി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് MN ജീന അധ്യക്ഷയായി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ലിജി ജോജി, പ്രധാനാധ്യാപിക P മിനി, KM മഞ്ചേഷ്, S നവീൻ, PC അജീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപയാണ് കുറഞ്ഞത്. 1,16,640 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 40 രൂപയാണ് ഇടിഞ്ഞത്. 14,580 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ആഗോള വിപണിയിൽ എണ്ണവില താഴ്ന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. ഇതിനെ തുടർന്ന് സ്വർണ്ണവില വലിയ തോതിൽ ഉയർന്നിരുന്നു. എന്നാൽ എണ്ണവിലയിൽ ഉണ്ടായ നേരിയ വർധനയാണ് സ്വർണ്ണവില കുറയാൻ കാരണം. നിലവിൽ ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വില ബാരലിന് $103. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വരുത്തി അമേരിക്കയും ഇറാനും ഉടൻ തന്നെ സമാധാന കരാറിൽ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയാണ് എണ്ണവിലയെ സ്വാധീനിക്കുന്നത്. അമേരിക്കൻ ഡോളർ കൂടുതൽ ശക്തിയാർജിക്കുമെന്ന പ്രവചനങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്താൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അത്തരത്തിൽ ഒരു തീരുമാനം വന്നാൽ ഡോളറിന്റെ മൂല്യം വീണ്ടും ഉയരുമെന്ന കണക്കുകൂട്ടൽ സ്വർണ്ണവിലയെ പ്രതിഫലിച്ചേക്കാമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്.
കോടശ്ശേരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും 20ാം വാർഡ് വികസന കമ്മിറ്റിയും ചേർന്നൊരുക്കുന്ന ഏകദിന ക്യാമ്പ് ഞായറാഴ്ച നടക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് കോടശ്ശേരി ക്ലബ് ഹാളിൽ മോട്ടിവേഷൻ ക്ലാസ്, പഠനോപകരണ വിതരണം, SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് ആദരവ്, ഹെൽത്ത് ചെക്കപ്പ് എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനന്ദ നാരായണ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് KR സുമേഷ് മോട്ടിവേഷൻ ക്ലാസ് നയിക്കും. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലിത വിൻസെന്റ്, KR രാധാകൃഷ്ണൻ, സിജി ജോയ്, ക്ലബ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി സ്മിത കൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന വിവിധ വിജ്ഞാനവാടിയിലേക്ക് കോർഡിനേറ്റർമാരെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തും. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും 21-നും 45-നും ഇടയിൽ പ്രായപരിധിയുള്ള യുവതീ-യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ, ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും പകർപ്പും സഹിതം തൃശൂർ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ജൂൺ 29-ന് വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0487 2360-381. ചാലക്കുടി കൂടപ്പുഴ ചിറയത്ത് മാനാടൻ ജോസഫ് ഭാര്യ ബേബി നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്കും പുതിയ മുഖം നൽകാനും മയക്കുമരുന്ന് വിപണനം കാര്യക്ഷമമായി തടയാൻ ലക്ഷ്യമിട്ടും നടപടി സ്വീകരിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് കശുമാവിൻ തോട് ഉന്നതിയിലും രണ്ടുകൈ ഉന്നതിയിലും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശനം നടത്തി. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 91 പൈസ വരെ വർദ്ധിപ്പിച്ചു. അങ്കമാലിയിൽ തെരുവു നായയുടെ ആക്രമണം, 13 പേർക്ക് തെരുവു നായയുടെ കടിയേറ്റു. സംസ്ഥാനത്ത് സ്വർണവില കുറഞ്ഞു. പവന് 320 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.